ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ ഫോർമേഷൻ ആൻഡ് വേൾഡ് ഹിസ്റ്ററിയിൽ എല്ലാവർക്കും അത്രയും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൻ്റെ ആയിട്ടാണ്, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് തന്നെ നിങ്ങൾക്ക് 5 മാർക്സിനും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ജസ്റ്റ് പാസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്ന താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇനി ഫ്യൂഡലിസം എന്താണ്, അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഡിസ്ക്രൈബ് ഫ്യൂഡലിസം ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഇപ്പോൾ ഞാനിവിടെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 10 മാർക്സിന് ചോദിച്ചാൽ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിത് പഠിച്ചതിന് ശേഷം എല്ലാ പോയിൻറ്റ്സ് എന്തായാലും നമുക്ക് ഓർമ്മ വരില്ല. 5 മാർക്സിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മെയിനായിട്ടും എഴുതേണ്ട ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്യൂഡലിസത്തിൽ മെയിനായിട്ടും വരുന്ന ഫാക്ടേഴ്സാണ്. അതായത് സോഷ്യൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് സിസ്റ്റം എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടതായിട്ടുള്ള കീവേഡ് എന്ന് പറയുന്നത്. അതായത് സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള ഒരു വ്യവസ്ഥയായിരുന്നു, ഒരു സിസ്റ്റം ആയിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് എഴുതേണ്ടതായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എത്ര മാർക്സിനാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബാക്കിയുള്ള പോയിന്റ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എവിടെയാണ് ഈ ഫ്യൂഡലിസം മെയിനായിട്ടും ഒറിജിൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് എവിടെയാണ് എന്നുള്ളതിന് നിങ്ങൾ എന്ത് ആൻസർ എഴുതണം? മിഡീവൽ യൂറോപ്പിലാണ് എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ട ആൻസർ. ഇനി ഏത് ഇയറിലാണ് എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമല്ല. കാരണം ഫോർ സെഞ്ച്വറീസ്, കുറേ അധികം സെഞ്ച്വറീസ് ആയിട്ട് നടന്നു വന്നിരുന്ന ഒരു സിസ്റ്റമായിരുന്നു, ഒരു ഇക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ സിസ്റ്റമായിരുന്നു ഈ ഒരു ഫ്യൂഡലിസം എന്ന് പറയുന്നത്. മിഡീവൽ യൂറോപ്പിലാണ് അത് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും ആലോചിക്കാം. ഓക്കെ, ഇനി ദിസ് സിസ്റ്റം റിവോൾവ്ഡ് അറൌണ്ട് ദി ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് എ കോംപ്ലക്സ് വെബ് ഓഫ് മ്യൂച്വൽ ഒബ്ലിഗേഷൻസ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ്. ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ തന്നെ പല രീതിക്കുള്ള വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ഡിതന്മാർ, അല്ലാന്നുണ്ടെങ്കിൽ പ്രഭുക്കന്മാർ, രാജാവ്, രാജ്ഞി, അങ്ങനെയുള്ള പല വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പല വിഭാഗത്തിൽപ്പെടുന്ന, സമൂഹത്തിലെ പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷനും കൂടിയും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പരസ്പരമായിട്ടുള്ള ഒരു ബാധ്യതകളെയും കൂടിയാണ് ഈ ഒരു ഫ്യൂഡലിസത്തിലൂടെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുള്ളത്. മെയിനായിട്ടും അവിടെ വരണത് ഭൂമിയുടെ ഉടമസ്ഥതയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ പോയിന്റ്സ് വരുന്നുണ്ട്, അടിയിൽ വരുന്നുണ്ട്, പക്ഷേ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് ഈ രാജാക്കന്മാരുണ്ടാവും, ആ രാജാക്കന്മാരുടെ കീഴിൽ കുറേയധികം ഭൂമി ഉണ്ടാവും. അപ്പോൾ ഈ ഭൂമിയിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേയധികം ആളുകളുണ്ടാവും, പെസൻസ് ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ കർഷകരുണ്ടാവും. അപ്പം അവർ പണിയെടുക്കുന്നതിന് തിരിച്ചവർക്ക് കൊടുക്കുന്നത് സംരക്ഷണമാണ് എന്നുള്ള രീതിക്കാണ് പറയണത്. ഇവരുടെ ഈ രാജാവിൻ്റെ ഭൂമിയിൽ പണിയെടുക്കുന്നു ആൻഡ് തിരിച്ചവർക്ക് ആ ഭൂമി അവരുടെ എന്നുള്ള രീതിക്ക് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ആ ഭൂമി വിട്ട് വേറെ എവിടെയെങ്കിലും പോകാനോ എന്തിനാണെന്നുണ്ടെങ്കിലും രാജാവിൻ്റെ സമ്മതമില്ലാണ്ട് പോവാനായിട്ടുള്ള ഒരു അനുമതി ഈ കർഷകർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കൂടി ആലോചിക്കണം. ആൻഡ് ഈ കർഷകർ അത്രയും അധികം പണിയെടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ പറയുന്ന സമയത്ത് നമ്മുടെ ചാപ്റ്റർ നമ്മൾ ഷോർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ബാച്ചിൽ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് കർഷകർ പണിയെടുത്ത് ആൻഡ് അഗ്രികൾച്ചറിൽ കുറേ അധികം ഡെവലപ്മെൻറ്റ് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള ഭക്ഷണം, അതായത് പണ്ടത്തെ കാലത്ത് ആദ്യം അഗ്രികൾച്ചർ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, കൃഷി കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയാണ്, സ്വന്തമായിട്ടുള്ളൊരു നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം, അന്ന് ആ വീട്ടിലെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ അന്ന് ആ നാട്ടിലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൽ നിന്നും ഒരു വലിയൊരു ഭക്ഷണത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒരു ഡെവലപ്മെൻറ്റിലേക്ക്, അതൊരു കച്ചവടമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് പറയും? സർപ്ലസ് ഫുഡ് എന്ന് പറയും അല്ലേ. സർപ്ലസ് ഫുഡ് എന്ന് പറയുമ്പോൾ അന്ന് കഴിക്കാനുള്ളതല്ലാതെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു ഫുഡിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഷികമായിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർപ്ലസ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ചേക്കാം. ആൻഡ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് പോയേക്കാം. ഓക്കെ,
അപ്പം ലാൻഡ് ഓണർഷിപ്പാണ് എന്നുള്ളതും, അതായത് ഭൂമിയുടെ ഉടമസ്ഥതയെയും പിന്നെ അതേപോലെ തന്നെ പല രീതിക്കുള്ള വിഭാഗങ്ങൾ ഉണ്ടാവും സമൂഹത്തിൽ, പല രീതിക്കുള്ള സോഷ്യൽ ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഈ ക്ലാസ്സസ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ ഒരു ഫ്യൂഡലിസം പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, ഇനി അറ്റ് ദി എപ്പറ്റ്സ് ഓഫ് ദി ഫ്യൂഡൽ ഹൈറാർക്കി സാറ്റ് ദി കിങ് ഓർ ക്വീൻ. അതായത് ഈ ഒരു എപ്പറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഏറ്റവും മുകളിൽ, ഏറ്റവും ഉച്ചയിൽ, ഏറ്റവും മുകളിലായിട്ടുള്ള സ്ഥാനം ആരുടെ ആയിരുന്നു? രാജാവും രാജ്ഞിയുമായിരുന്നു. ആൻഡ് അതിൻ്റെ താഴെയാണ് നമ്മൾ പറഞ്ഞില്ലേ ഓരോ ക്ലാസ് ഫോർമേഷൻ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ തന്നെ കുറേ അധികം ക്ലാസ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്, കുറേ അധികം വിഭാഗങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത്? രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറയണതായിരുന്നു ഒരു പരമാധികാരം എന്നൊക്കെ പറയില്ലേ, അതാർക്കായിരുന്നു? രാജാവിനും രാജ്ഞിക്കായിരുന്നു എന്നുള്ളത് ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദി മൊണാർക്ക് ഗ്രാൻഡഡ് ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡ് നോൺ ആസ് ഫീഫ്സ്. അപ്പം നിങ്ങളോട് 2 മാർക്സിന് ഫീഫ്സ് എന്താണെന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താണ് ഈ ഒരു ഭരണാധികാരി, രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ത് ചെയ്യാണ്? ഈ ഒരു സൈനികർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈനിക സേവനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് പ്രഭുക്കന്മാർക്ക് നൽകുന്ന ഒരു ഭൂമിയാണ് എന്ത് പറയണത്? ഫീഫ്സ് എന്നറിയപ്പെടുന്നത്. വലിയ ഭൂപ്രദേശങ്ങളൊക്കെ അവർക്ക് തിരിച്ച് അതിനുള്ള ഒരു തിരിച്ചുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, അവർക്ക് അനുവദിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെയാണ് എന്തെന്ന് പറയണത്? ഫീഫ്സ് എന്ന് പറയണത്. അപ്പോൾ ചുരുക്കത്തിൽ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി അവിടെയുള്ള പ്രഭുക്കന്മാർക്ക് കൊടുത്തിരുന്ന വലിയ ഭൂപ്രദേശത്തെയാണ്, വലിയ ലാൻഡിനെയാണ് എന്തെന്ന് പറയണത്? ഫീഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് 2 മാർക്സിന് വന്നാലും എഴുതാൻ കിട്ടുമല്ലോ. ഇനി these nobles served as vassals to the king and were responsible for maintaining order and justice within their regions. അതായത് ഇങ്ങനെയുള്ള ഈ കൊടുത്തിട്ടുള്ള ഫീഫ്സ് കൊടുത്തിട്ടുള്ള പ്രഭുക്കന്മാരെന്ന് പറഞ്ഞല്ലോ, ആ പ്രഭുക്കന്മാർ രാജാവിൻ്റെ വാസൽസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ കുറച്ചധികം ടേംസ് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ വാസൽസ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ കീഴിൽ പണിയെടുക്കുന്ന പ്രഭുക്കന്മാർ, അല്ലെങ്കിൽ നമ്മൾ കീഴാള പ്രഭുക്കർ എന്നൊക്കെ പറയില്ലേ, പ്രഭുക്കന്മാരെന്നൊക്കെ പറയില്ലേ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഇവരുടെ കീഴിൽ, ഈ രാജാവിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ രാജ്ഞിയുടെ കീഴിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ ആ ഒരു പ്രദേശത്തെ നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു നീതി നിലനിർത്താൻ വേണ്ടിയിട്ടും ഇത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്കുള്ള പോയിന്റും നിങ്ങൾക്ക് എഴുതാം. അപ്പം ഈ ഒരു സ്ലൈഡിൽ വന്നിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് ഈ നോബിൾസ്, ഈ പ്രഭുക്കന്മാർ ഈ രാജാക്കന്മാരുടെ എന്തായിട്ട് വാസൽസ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, അതായത് കീഴിലുള്ള പണിയെടുത്തിട്ടുണ്ടായിരുന്നു, അവരുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി ദി നോബിലിറ്റി ഫർദർ ഗ്രാൻഡഡ് പ്രപ്പോർഷൻസ് ഓഫ് ദിയർ ലാൻഡ് ടു നൈറ്റ്സ്. കണ്ടോ, ഓരോ ടേം വരുന്നുണ്ട് ഇവിടെ. നൈറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള പ്രഭുക്കന്മാർ അവരുടെ ഭൂമിയുടെ ഒരു പങ്ക് യുദ്ധത്തിലുള്ള ആളുകൾ, യുദ്ധത്തിലും വീര്യത്തിലും പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഷിവർലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സമർത്ഥരായിട്ടുള്ള യോദ്ധാക്കളെയാണ് എന്തെന്ന് പറയണത്? ഭടന്മാർക്ക്. അതായത് നൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഭടന്മാർ എന്നുള്ള രീതിക്കാണ് പറയണത്. അപ്പോൾ നൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭടന്മാർ എന്നാണ് അർത്ഥം. ആൻഡ് ചിവർലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള അത്രയും സമർത്ഥരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭടന്മാർ എന്നുള്ള രീതിക്കാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നൊബിലിറ്റി, പ്രഭുക്കന്മാർ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഭൂമിൻ്റെ ഒരു പങ്ക് ഈ ഒരു യുദ്ധത്തിൽ ജയിച്ചു വന്നിട്ടുള്ള സമർത്ഥരായിട്ടുള്ള ഭടന്മാർക്ക് കൂടി നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി എ ഫണ്ടമെൻ്റൽ ഫ്യൂഡൽ കോൺട്രാക്ട് എക്സിസ്റ്റഡ് വേർ ദി എക്സ്ചേഞ്ച് ഓഫ് ലാൻഡ് വാസ് മെറ്റ് വിത്ത് എ പ്ലഡ്ജ് ഓഫ് അൺവേവറിങ് ലോയാലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ. അത്രയും അധികം ലോയാലിറ്റി എന്നുള്ള ടേം പിന്നെ നമുക്ക് ഫെമിലിയർ ആണ് അല്ലേ? അത്രയും അധികം ഒരു രീതിക്കും വഞ്ചിക്കില്ല, ഒരു രീതിക്കും ചതിക്കില്ല. ഏത് രാജാവിൻ്റെ കീഴിലാണോ വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ ആരാണോ ഭൂമി കൊടുത്തത് അവരോട് അത്രയും നന്ദിയും കൂറും കാണിച്ചു നിൽക്കുന്നവരായിരുന്നു ഈ പ്രഭുക്കന്മാർ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലാൻഡ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ഫീഫ് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരോട് കാണിക്കുന്ന നന്ദിയും കൂറും അത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള രീതിക്കാണ് പറയണത്. അത്രയും അധികം സംരക്ഷണവും വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള രീതിക്കാണ്. ആ ഒരു കരാറാണ് ഈ ഫ്യൂഡൽ കരാർ എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഫ്യൂഡൽ കോൺട്രാക്റ്റ് എന്നുള്ളത് കൊണ്ട് എഴുതുന്നത്. അപ്പോൾ അതും സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഫ്യൂഡൽ കോൺട്രാക്റ്റ് എന്നുള്ളത് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. ഒന്നുമില്ല, എന്താണ് ഈ ഒരു ഭൂമി നൽകിയതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർക്ക് താമസിക്കാനുള്ള ഭൂമിയും ഭക്ഷണവും അവിടെ
തന്നെ ഉണ്ട്. അപ്പോൾ അത് നൽകിയതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള പ്രഭുക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് അത്രയും അധികം കൂറും അതേപോലെ തന്നെ നന്ദിയും കാണിച്ചുകൊണ്ടാണ് നിന്നിരുന്നത് എന്നുള്ള രീതിക്കാണ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. ഇനി ദി മെനോറിയൽ സിസ്റ്റം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്സിനോ അല്ലാന്നുണ്ടെങ്കിൽ 5 മാർക്സിനോ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മെനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെയുള്ള സാമ്പത്തികമായിട്ടുള്ള, അതായത് ഇക്കണോമിക് എൻജിൻ ഓഫ് ഫ്യൂഡലിസമാണ്. അപ്പം നിങ്ങളോട് മെനോറിയൽ സിസ്റ്റം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എഴുതേണ്ടതായിട്ടുള്ള കീവേഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് അറിയാം. എന്താണ്, എക്സാം പേപ്പർ നോക്കുന്ന സമയത്ത് നമ്മൾ അധികം ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും എക്സാം വാല്യൂ ചെയ്യുന്ന ആൾക്ക് തോന്നണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാം വാല്യൂ ചെയ്യുന്ന ആൾക്ക് ഒന്ന് പെട്ടെന്നൊരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടല്ലോ, അതിൽ മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് കീവേഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് ബോൾഡ് ലെറ്റേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇക്കണോമിക് എൻജിൻ ഓഫ് ഫ്യൂഡലിസം എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതായിട്ട് സെർവ് ചെയ്യുന്നത് ഏതാണ്, മെനോറിയൽ സിസ്റ്റം ആയിരുന്നു. ആൻഡ് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, സെൽഫ് സഫിഷ്യൻറ്റ് അഗ്രികൾച്ചറൽ എസ്റ്റേറ്റ്സ്, അതായത് ഇങ്ങനെയുള്ള കുറേ അധികം ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുറേ അധികം ഭൂപ്രദേശങ്ങളിൽ ഈ കാർഷിക എസ്റ്റേറ്റുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെനോറിയൽ വ്യവസ്ഥിതി അല്ലാന്നുണ്ടെങ്കിൽ മെനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ മെനോറിയൽ സിസ്റ്റം ഈ ഫ്യൂഡലിസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള സാമ്പത്തിക ഒരു ചാലക ശക്തിയായിട്ട് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് എൻജിനായിട്ട് പ്രവർത്തിച്ചു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പം മെനോറിയൽ സിസ്റ്റം ഈ ഒരു ഫ്യൂഡലിസമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെനോറിയൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടും എഴുതാം, ഫ്യൂഡൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടും എഴുതാം. ഓക്കെ, മനസ്സിലായോ? ഇനി ദി ലോർഡ് ഓഫ് ദി മാനർ എക്സസൈസ്ഡ് അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ ദി ലാൻഡ് ആൻഡ് ദി പെസൻസ് ഹു ലിവ്ഡ് അപ്പോൺ ഇറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ, അതായത് രാജാവ് അല്ലെങ്കിൽ ആ ഒരു ഭൂ ഉടമ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഭൂമിൻ്റെ മേലിൽ അത്രയും അധികം നിയന്ത്രണം വെച്ചിട്ടുണ്ട്, അവിടുത്തെ കർഷകരുടെ മേലിൽ അത്രയും അധികം നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഈ ഭൂ ഉടമേൻ്റെ സമ്മതമില്ലാണ്ട് ഈ കർഷകർക്ക് പോവാനായിട്ടോ അല്ലെങ്കിൽ ആ ഭൂമി വിട്ട് വേറൊരു ഭൂമിയിലേക്ക് പോവാനായിട്ടോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മേജർ കൺട്രോൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു അബ്സല്യൂട്ട് കൺട്രോൾ ആരുടെ അടുത്തായിരുന്നു, പൂർണ്ണമായിട്ടുള്ളൊരു നിയന്ത്രണം ആരുടെയിലായിരുന്നു, ഈ ഒരു ലോർഡിൻ്റെയിലായിരുന്നു അല്ലേ, ഈ ഒരു ഭൂ ഉടമയുടെ ആയിരുന്നു എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ദീസ് പെസൻസ് ഓൾസോ നോൺ ആസ് സെർവ്സ് ഓഫ് വില്യൻസ് were bound to the land and could not live without the lord's permission. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിൻ്റാണ്. അതായത് ഈ ഒരു ലോർഡിൻ്റെ ഈ ഒരു പെർമിഷൻ ഇല്ലാണ്ട്, ഒരു അനുവാദം ഇല്ലാണ്ട് കർഷകർക്ക് ഈ ഭൂമി വിട്ടിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രഭുവിൻ്റെ അനുവാദം ഇല്ലാണ്ട് ഈ കർഷകർക്ക് ഈ ഒരു സ്ഥലം വിട്ട് പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടതായിട്ടുള്ളത്. ഇനി സെർവ്സ് പെർഫോം ഡെയിലി അഗ്രികൾച്ചറൽ labor and provided a portion of their harvest to the lord as land rent. And ഇവർക്ക് ഈ ഒരു കർഷകർക്ക് ഈ പ്രഭുവിൻ്റെ അനുവാദം ഇല്ലാതെ പുറത്തേക്ക് പോകാനോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഭൂമി വിട്ട് വേറൊരു ഭൂമിയിലേക്ക് പോകാനോ ഉള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല, എൻ്റെ അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ എന്തടക്കേണ്ടതായിട്ട് വന്നു, ലാൻഡ് റെൻറ്റ് അടയ്ക്കേണ്ടതായിട്ട് വന്നു. അതായത് ദിവസേനയുള്ള ഒരു അഗ്രികൾച്ചറൽ കാർഷികമായിട്ടുള്ള ജോലികൾ ചെയ്യുകയും വേണം. ആൻഡ് അവർ വിളവെടുത്തിട്ടുള്ളതിൻ്റെ ഒരു പങ്ക് ഇവർക്ക് ലാൻഡ് റെൻ്റായിട്ട്, നമ്മൾ പാട്ടത്തിന് കൊടുക്കാന്നൊക്കെ പറയില്ലേ, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ലാൻഡ് റെൻ്റായിട്ട് ഈ ഭൂ ഉടമയ്ക്ക് കൊടുക്കുകയും വേണമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന കർഷകരുടെ അവസ്ഥയും പെസൻസിൻ്റെ അവസ്ഥയും അവരനുഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിക്കും ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ദി പ്രൈമറി മോഡ് ഓഫ് പ്രൊഡക്ഷൻ വാസ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ where the goal was to produce enough food to meet basic needs. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത്, ഈ ഒരു ഉൽപ്പാദനം തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യുക, ആ ഒരു ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത്
ഉണ്ടായിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ലക്ഷ്യം കഴിഞ്ഞിട്ട് ഈ ഒരു 3 ഫീൽഡ് സിസ്റ്റം കൊണ്ടുവന്നു. 3 ഫീൽഡ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു റോയിൽ 3 റോ ആയിട്ട്, ഒരു റോയിൽ വിൻ്റർ ക്രോപ്പ്, ഒരു റോയിൽ സമ്മർ ക്രോപ്പ്, അങ്ങനെ 3 ഫീൽഡ് ആയിട്ടായിരുന്നു അഗ്രികൾച്ചർ പല സ്ഥലത്തും നടത്തിയിട്ടുണ്ടായിരുന്നത്, വലിയ എസ്റ്റേറ്റിലൊക്കെ. അപ്പോൾ അങ്ങനെ വരണ സമയത്ത് അത് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയും. അതായത് ഒരു വിള ഉണ്ടായിക്കഴിഞ്ഞ് അടുത്തത് എന്നുള്ളതല്ലാതെ 3 റോ ആയിട്ട് 3 ഫീൽഡ് സിസ്റ്റംസ് ആയിട്ട് അവിടെ വരികയും ആൻഡ് അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സോയിൽ ഫെർട്ടിലിറ്റി അല്ലെ, ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണ് എന്നൊക്കെ പറയില്ലേ, അപ്പം അത് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക് ഒരു പോയിന്റ് എഴുതുക. ആൻഡ് പിന്നെ വരണത് കത്തോലിക് ചർച്ചാണ്. കത്തോലിക് ചർച്ച് നമ്മൾ PDF പറഞ്ഞതാണ് അല്ലേ. അതായത് കത്തോലിക് ചർച്ച് എന്ന് പറയുന്നത് ആ സമയത്തത്തെ ആ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എന്നുള്ളതും, എന്തിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതായിരുന്നു, പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക്കൽ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു അന്നത്തെ ഒരു ഡോമിനൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു കത്തോലിക് ചർച്ച്, കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അതായത് രാഷ്ട്രീയമായിട്ടുള്ളതും അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുമുള്ള ആ ഒരു പ്രബലമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥാപനം തന്നെയായിരുന്നു കത്തോലിക് ചർച്ച് എന്നുള്ളത് എഴുതാം. ഇനി ദി ക്ലർജി ഓൺ വാസ്റ്റ് ലാൻഡ് ഹോൾഡിങ്സ് ആൻഡ് കളക്റ്റഡ് റിലീജിയസ് ടാക്സസ് മേക്കിംഗ് ദം എ പവർഫുൾ പ്ലേയർ ഇൻ ദി ഫ്യൂഡൽ സിസ്റ്റം. അപ്പം ഈ ഒരു വിശാലമായിട്ടുള്ള ഭൂമി ഉണ്ടെന്ന് പറഞ്ഞു, ഭൂസ്വത്ത് കൈവശം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കൈവശം വെക്കുകയും അതേപോലെ തന്നെ മതപരമായിട്ടുള്ള നികുതികൾ പിരിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഫ്യൂഡൽ വ്യവസ്ഥയിൽ ശക്തരായിട്ടുള്ള ഒരു പങ്കാളികളായിട്ട് ക്ലർജികൾ മാറിയിട്ടുണ്ട്, അതായത് വൈദികർ മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 2 രീതിയിലൂടെയാണ് അവർ ശക്തരാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്ന് പറയണത് അത്രയും അധികം വാസ്റ്റ് ആയിട്ടുള്ള, അത്രയും അധികം ഭൂമി അവരുടെ കൈവശമുണ്ട്, ഭൂസ്വത്ത് അവരുടെ കൈവശമുണ്ട്. ആൻഡ് 2 പറയണത് മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നികുതികൾ പിരിക്കുന്നതിലൂടെയും അവർക്ക് എന്ത് കിട്ടി, പണം കിട്ടി അല്ലേ. അങ്ങനെ ശക്തരായിട്ടുള്ള ആളുകളായിരുന്നു അന്നത്തെ ക്ലർജിമാർ എന്ന് പറയുന്നത്, വൈദികരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ സ്ട്രിക്റ്റ് കോഡ് ഓഫ് കണ്ടക്ട് കോൾഡ് ഷിവർലി ഗൈഡഡ് ദി എത്തിക്കൽ ബിഹേവിയർ ആൻഡ് ഓണർ ഓഫ് ദി മിഡീവൽ നൈറ്റ്സ്. നൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഭടന്മാരല്ലേ. അപ്പോൾ ഷിവർലി എന്നറിയപ്പെടുന്ന ഒരു കർശനമായിട്ടുള്ള ഒരു പെരുമാറ്റ ചട്ടം ഉണ്ടായിരുന്നു ഈ മിഡീവൽ സൊസൈറ്റീസിൽ, അഥവാ മധ്യകാല നൈറ്റ്സ് ഭടന്മാർക്ക്. അവർക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ധാർമ്മികമായിട്ടുള്ള ഒരു എത്തിക്കൽ ബിഹേവിയർ എന്ന് പറയില്ല, ധാർമ്മികമായിട്ടുള്ള നമ്മുടെ പെരുമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറായിട്ട് അല്ലെങ്കിൽ ഒരു പെരുമാറ്റ ചട്ടമായിട്ട് അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഷുവർലി എന്താണെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് 2 മാർക്സിന് എഴുതാനുള്ള പോയിൻ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു പോയിന്റ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇത്രയും പോയിന്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് essay ചോദിച്ചാലാണ് കേട്ടോ. 5 മാർക്സിന് ഇത്രയും പോയിന്റ്സ് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. 5 മാർക്സിന് ഇതിനും ഷോർട്ടായിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. പക്ഷേ essay ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ പോലും നമുക്ക് കുറച്ചധികം പോയിന്റ്സ് വിട്ടുപോകും. അപ്പോൾ വിട്ടുപോയാലും നിങ്ങൾക്ക് ബാക്കിയുള്ളത് എഴുതി വെച്ചാലും മാർക്ക് കിട്ടണം എന്നുള്ള രീതിക്കാണ് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ചാൽ തന്നെ എന്താണ്, ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു കഷ്ണം അതിൽ നിന്ന് നമ്മൾ പാർട്സ് ആക്കില്ലേ, ഫ്രാഗ്മെൻ്റ് എന്ന് പറയും, ചെറിയ ചെറിയ പാർട്സ് എന്ന് പറയും, നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങൾ എന്ന് പറയും. അപ്പോൾ അത് ആലോചിക്കുക, അതായത് ഒരു സെൻട്രൽ അതോറിറ്റി ഉണ്ടായിരുന്നു അവർക്ക് ആദ്യ കാലഘട്ടത്തിൽ. നമ്മൾ പറഞ്ഞു ഒരു എപ്പഡ്സിൽ ഏറ്റവും ടോപ്പിൽ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്നതിൽ നിന്നും മാറിയിട്ട് ഈ ഭൂമി കൈവശം വരിക്കുന്നത് ആരാണോ അവരുടെ കീഴിലുള്ള കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള കുറച്ച് സമൂഹം, മെയിനായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയി, അതായത് ഓരോരുത്തർക്കും ഓരോ ഭൂമി, അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ലോഡ് അവരുടെ കീഴിൽ പണിയെടുക്കുന്ന ആളുകൾ, അങ്ങനെ ആവാൻ തുടങ്ങി എന്നുള്ള രീതിക്കാണ്. അതായത് അധികാരപരമായിട്ടുള്ള ഒരു വികേന്ദ്രീകരണം, അതായത് ഫ്രാഗ്മെൻറ്റേഷൻ ഈ വ്യവസ്ഥിതിയുടെ ഒരു പ്രധാന സവിശേഷതയായിട്ട് മാറി, അതായത് ഫ്യൂഡൽ സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിട്ട് മാറി എന്നുള്ള രീതിക്കാണ് പറയണത്. ഇനി വേറൊരു പോയിന്റ് അവിടെ കൊടുക്കാനുള്ളത് മൾട്ടി ലെയേർഡ് ഹൈറാർക്കിയാണ്. അതായത് ഇങ്ങനെയുള്ള ആളുകൾ, അതായത് സ്മോൾ വെസൽസ് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ ഒരു ടേം പഠിച്ചു, വെസൽസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയിട്ടുള്ള ഭൂമി സബ്ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിലേക്ക്, സ്മോളർ പോർഷൻസ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ട് ഒരു മൾട്ടി ലെയേർഡ് ഹൈറാർക്കി കൊണ്ടുവരാനായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ് ആ ഒരു കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവർക്ക് കിട്ടിയിട്ടുള്ള ഭൂമി
വീണ്ടും എന്ത് ചെയ്യാൻ, സ്മോളർ പാർട്സ് ആയിട്ട് അവർക്ക് കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രീതിക്ക് പ്രൊപ്പോർഷണലി കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർഷൻസ് ആക്കാനായിട്ടുള്ള അനുമതി കൂടി നൽകിയിട്ടുണ്ട്. മൾട്ടി ലെയർഡ് ഹൈറാർക്കി എന്നാണ് അതിനെ എന്ത് ചെയ്യണത്, സൂചിപ്പിക്കേണ്ട ഒരു ടേം എന്ന് പറയണത്. ഓക്കെ, ഇനി ഫ്രീക്വൻറ്റ് ഫ്യൂഡൽ വാർഫെയർ റിസൾട്ടഡ് ഫ്രം ഡിസ്പ്യൂട്ട്സ് ഓവർ സക്സഷൻ ആൻഡ് ദി ലാക്ക് ഓഫ് എ സ്റ്റാൻഡർഡൈസ്ഡ് ലീഗൽ സിസ്റ്റം. അതായത് ഈ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ലീഗൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും ഒരു ഏകീകൃത നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അവിടെ ആബ്സെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അതായത് കറക്റ്റായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു എന്താണ്, പിന്തുടർച്ചാവകാശ തർക്കങ്ങൾ വന്നു, ആൻഡ് അതേപോലെ കുറേയധികം യുദ്ധങ്ങൾ വന്നു, ഫ്യൂഡൽ യുദ്ധങ്ങൾ വന്നു എന്നുള്ള രീതിക്കാണ് പറയണത്. അപ്പം ഈ ഒരു കറക്റ്റായിട്ടുള്ളൊരു ലീഗൽ സിസ്റ്റം, ഒരു നിയമപരമായിട്ടുള്ള ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫ്യൂഡൽ യുദ്ധങ്ങളിലേക്കും അതേപോലെ തന്നെ പിന്തുടർച്ചാവകാശ തർക്കങ്ങളിലേക്കും നയിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്ക് എഴുതാം നിങ്ങൾക്ക്. ആൻഡ് പിന്നെ ഒരു പോയിന്റ് എഴുതാനുള്ളത് ഗിൽഡ് സിസ്റ്റമാണ്. ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത് എവിടെയാണ് എമർജ് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് ഉത്ഭവിച്ചിട്ടുള്ളത്, അർബൺ സെൻറ്റേഴ്സിലാണ്, അതായത് നഗര കേന്ദ്രങ്ങളിലാണ് മെയിനായിട്ടും ഉത്ഭവിച്ചിട്ടുള്ളത്. ആൻഡ് എന്താണ് ആ ഒരു ഗിൽഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത? മെർച്ചൻസ് ആൻഡ് ആർട്ടിസൻസ് ഓർഗനൈസ് ടു റെഗുലേറ്റ് ട്രേഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൈസസ്. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവും, വ്യാപാര സാധനങ്ങളുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യാപാര മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ന സാധനത്തിന് ഇന്ന വിലയാണ് എന്നുള്ള ഒരു കറക്റ്റ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു ഗിൽഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഗിൽഡ് സിസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സർപ്ലസ് ഫുഡ്, അത് നമ്മൾ ഓൾറെഡി വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. കർഷകരിൽ നിന്നുള്ള ഈ ഒരു അധിക ഉൽപ്പാദനം വരുന്നതോട് കൂടിയിട്ട് എന്ത് വന്നിട്ടുണ്ട്, സർപ്ലസ് ഫുഡ് വന്നിട്ടുണ്ട്. ആൻഡ് ഈ സർപ്ലസ് ഫുഡ് മെയിനായിട്ടും ആദ്യ കാലഘട്ടത്തിൽ ആർക്കായിരുന്നു, ഭരണവർഗത്തിന്, അതായത് അവരുടെ അധികാരവും സമ്പത്തും നിലനിർത്താൻ വേണ്ടിയിട്ട് ഭരണവർഗത്തിന് സഹായകമായി എന്നുള്ള രീതിക്കാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി വരുന്നത് എന്താണ്, ട്രേഡ്, അതായത് കച്ചവടത്തിൻ്റെ കാര്യം കൂടി നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. കച്ചവടം, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇവൻച്വലി ലെഡ് ടു ദി ഗ്രാജുവൽ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആൻഡ് ദി റൈസ് ഓഫ് ക്യാപിറ്റലിസം. അപ്പോൾ ഫ്യൂഡലിസം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഫ്യൂഡലിസം എന്താണ് ആൻഡ് അതിൻ്റെ ഫീച്ചേഴ്സ് മാത്രം എഴുതി നിർത്താതെ ഒരു എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ്, ഫ്യൂഡലിസം കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് എന്നുള്ളത് കൂടി നിങ്ങൾ എഴുതണം. ഫ്യൂഡലിസം കഴിഞ്ഞ്, ഫ്യൂഡലിസം ഈ ഒരു ഗ്രാജുവലി ഡിക്ലൈൻ ആയി തുടങ്ങി, ഒരു എന്താണ് തകർച്ചയൊക്കെ വന്ന് തുടങ്ങി. ആൻഡ് ആ തകർച്ചയ്ക്ക് ശേഷം അവിടെ എന്താണ് ഫോം ചെയ്തിട്ടുള്ളത്, ക്യാപിറ്റലിസം ആണ് അല്ലേ, മുതലാളിത്തമാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളതും എഴുതി വയ്ക്കുക. ഓക്കെ, ഒരു എസ്സേ ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് നമ്മുടെ ബാച്ചിലേക്ക്, ജസ്റ്റ് പാസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ദിവസമില്ലല്ലോ, 26th-നും 1st-നും ആണ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പാസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു.